BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. FCRA ചട്ടങ്ങൾക്കെതിരെ ഓർത്തഡോക്സ് സഭ രംഗത്ത്. സഭയുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാണെന്നും FCRAയിൽ ഒന്നും മറച്ചുവെക്കാനില്ലെന്നും സഭ അറിയിച്ചു. രാജ്യത്തിന്റെ നിയമത്തിന് വിധേയമായിട്ടാണ് FCRA പ്രവർത്തിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി. ചട്ടങ്ങൾ പരിഷ്കരിക്കും മുമ്പ് കൂടിയാലോചനകൾ നടത്തണമായിരുന്നുവെന്നും അങ്ങനെ പോകുമ്പോഴാണ് ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. FCRA അക്കൗണ്ട് ഉടമകളുടെ വിവരങ്ങൾ ആവശ്യപ്പെടുന്നത് സംശയാസ്പദമാണെന്നും ഈ നടപടി മൗലികാവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്നും സഭ വിമർശിച്ചു. അക്കൗണ്ടുകളിലൂടെയുള്ള ക്രയവിക്രയം കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രസ്ഥാനങ്ങളുടെ നിലപാടുകളെ ഓഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ശരിയായ രീതിയല്ല. സാങ്കേതിക പിശകുകൾ സംഭവിച്ചാൽ പോലും വലിയ തുക പിഴ ഈടാക്കാനുള്ള വ്യവസ്ഥ പ്രസ്ഥാനങ്ങളെ തളർത്തും. കൂടാതെ പുതിയ ചട്ടം സംസ്ഥാനത്തിന് പുറത്തുള്ള മിഷൻ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും സഭ കൂട്ടിച്ചേർത്തു. കൂടാതെ വ്യവസായങ്ങൾക്കും ഖനനത്തിനും നിയമങ്ങൾ ലളിതവൽക്കരിക്കുമ്പോൾ മാനവ സേവനത്തിന് ചട്ടങ്ങൾ കൂച്ചുവിലങ്ങിടുന്നത് ഖേദകരമാണെന്നും സഭ പ്രസ്താവനയിലൂടെ അറിയിച്ചു. വിദേശ ധനസഹായം കൈപ്പറ്റുന്ന സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ വിദേശ സംഭാവന നിയന്ത്രണ ചട്ടങ്ങൾ അതായത് FCRA കർശനമാക്കിയത്. സംഘടനകൾ തങ്ങളുടെ പ്രവർത്തന ലക്ഷ്യവും ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് എന്ന വിവരവും ഇനി മുതൽ നിർബന്ധമായും വെളിപ്പെടുത്തണം. പുതിയ ഭേദഗതികൾ പ്രകാരം വിദേശ പൗരന്മാർ ഉൾപ്പെടുന്ന സംഘടനകൾക്ക് അനുമതി നൽകുന്നതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ഫണ്ട് വിനിയോഗത്തിന്റെ പരിധി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ FCRA ചട്ടഭേദഗതി ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതാണെന്നാണ് KC വേണുഗോപാൽ MP അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. കൂടാതെ ഉടനടി ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് KC വേണുഗോപാൽ പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം പ്രതിഷേധമുയരുമ്പോഴും നിലവിലെ നിയമത്തിലെ പുതിയ ഭേദഗതി പിൻവലിക്കില്ല എന്ന നിലപാടിൽ കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. ആരെയും ലക്ഷ്യം വെച്ചുള്ള ഭേദഗതിയല്ലെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പാർലമെന്റ് സമ്മേളനത്തിൽ ചട്ടഭേദഗതി എതിർക്കുന്നതിൽ ഇന്ത്യ സഖ്യം ആലോചന നടത്തുന്നുമുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.